നമസ്കാരം. ഈ ആത്മീയ വളർച്ചയുടെ ലക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാന ലക്ഷണമാണ് ഈ ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ. എത്രയൊക്കെ എന്തൊക്കെ കേട്ടാലും നമുക്ക് പിന്നെ അതിന്റെ അകത്തുനിന്ന് സംശയങ്ങൾ കൂടുതൽ ആഴത്തിലേക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം നമ്മുടെ ആത്മാവ് വളർന്നുകൊണ്ടിരിപ്പുണ്ട്. ഇതാണ് ഏറ്റവും അടിസ്ഥാന ലക്ഷണം. ഇപ്പോ ഈ അടുത്ത കാലത്തായിട്ട് ആഴത്തിലുള്ള സംശയങ്ങൾ പലരും ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. നല്ലതാണ്. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാലേ എനിക്കും പല കാര്യത്തിൽ സംശയം വരുള്ളൂ. എങ്കിലേ ഞാനും അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ചെടുക്കുകയുള്ളൂ. ഇപ്പോ ചില നല്ല ചോദ്യങ്ങൾക്കുള്ള ചില ഉത്തരങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതിലൊരു ചോദ്യം, ഞാൻ പറയുന്നു ഈ അമ്പലത്തിലും ആരാധനാ കേന്ദ്രങ്ങളിലും ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു. പിന്നെ നല്ല രീതിയിൽ നെഗറ്റീവ് എനർജി പിടിച്ച ഒരാൾക്ക് എങ്ങനെ ധ്യാനിക്കാൻ പറ്റും? എങ്ങനെ ഞാൻ ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ ആ വ്യക്തിക്ക് വരും? കാര്യം പ്രാർത്ഥിക്കാനും ഈ ധ്യാനിക്കാനും നല്ല ഒരു മനസ്സും ചിലപ്പോൾ ബോധം തന്നെ ഔട്ടായ കേസുകൾ വരും. ഈ ബാധയൊക്കെ കയറി ഫുൾ ബോധം പോലും ഇല്ലാത്ത ലെവലിൽ വേറെ വ്യക്തിയായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വരെ വരും മിക്കവർക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥകളിൽ എങ്ങനെ അവരെ രക്ഷിക്കാൻ പറ്റും? ഈ മന്ത്രം പൂജാവിധി കാര്യങ്ങളിലൂടെ അവരെ രക്ഷിക്കാൻ പറ്റൂലേ എന്നൊക്കെ ചോദിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതിലാദ്യം ഞാൻ പറയുന്നത്, ഈ അമ്പലത്തിലും ആരാധനാ കേന്ദ്രങ്ങളിലും പോകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ശിശുക്കൾക്ക് വളർന്നു വരണമെങ്കിൽ ഈ സ്ഥലങ്ങളിലൊക്കെ പോവുകയും ഇങ്ങനെയുള്ള മനുഷ്യദൈവങ്ങളുടെ പിറകെ ആശ്രയിക്കുകയും ഇങ്ങനെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലേ അവരുടെ ശിശുത്വം മാറി ആത്മീയ വളർച്ചയിലേക്ക് എത്തുള്ളൂ. ആത്മീയ വളർച്ച എത്തുന്ന ഒരു വ്യക്തിക്ക് തന്റെ ഉള്ളിൽ തന്നെയാണ് ചൈതന്യമെന്നും അതിലൂടെയാണ് സകലതും സാധിക്കുന്നതെന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിയുമ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള താല്പര്യം താനെ മനസ്സിൽ നിന്ന് മാറും. അങ്ങനെ വേണം ഈ ആരാധനാലയങ്ങളിൽ. കാര്യം നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു സദ്യ കിട്ടുമ്പോൾ പിന്നെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കഞ്ഞി അല്ലെങ്കിൽ പഴങ്കഞ്ഞി കുടിക്കാൻ നടക്കൂല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിയുകയും ആ അനുഭവങ്ങൾ സ്വന്തമായി ദൈവിക ആ ചൈതന്യത്തെ അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പിന്നെ പുറത്തുപോയി ചെറുത് കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം പ്രകൃതിയിൽ നിന്ന് തന്നെ നേരിട്ട് നല്ല എനർജി കിട്ടും. ഇങ്ങനെയാണ് ഈ ആരാധനാ കേന്ദ്രങ്ങൾ പതുക്കെ മതിയാക്കുന്നത്. ഇനി ഇപ്പോ ഈ കാലത്ത് നിങ്ങൾ പോകരുത് അല്ലെങ്കിൽ പോകുന്നത് സൂക്ഷിച്ചു വേണമെന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം അന്നത്തെ പോലെ പണ്ടത്തെ പോലത്തെ ആരാധന കേന്ദ്രങ്ങളല്ല, ഇപ്പൊ എല്ലാം കച്ചവട കേന്ദ്രങ്ങളും. അത് കാരണം പൂർണ്ണമായും ഏതാണ്ട് ഒരു 90% നെഗറ്റീവ് എനർജീസുകളാണ് ഇപ്പോഴത്തെ ആരാധന കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വളരെ ഭക്തിപൂർവ്വം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്നൊരു 10% പോസിറ്റീവും 90% നെഗറ്റീവ് എനർജിയുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ എത്ര സ്ഥലങ്ങളിൽ പോയിട്ടും എത്ര സ്ഥലങ്ങളിൽ ആരാധിച്ചിട്ടും അല്ലെ എങ്ങനെയൊക്കെ പോയിട്ടും വിഷയങ്ങളും പ്രശ്നങ്ങളും കൂടുന്നല്ലോ എന്ന് പലരും കരഞ്ഞു വിളിക്കുന്നത് കൊണ്ട് എന്നോട് ദൈവം പറയുന്നു, ഈ സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുക. വിശ്വസിക്കുന്നവർ രക്ഷപ്പെടും. അങ്ങനെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം. പിന്നെ മറുവശത്ത് ഞാൻ ഈ പറയുകയും ചെയ്യുന്നുണ്ട്, കുടുംബക്കാരുടെ നിർബന്ധത്താലും കുട്ടികളെയൊക്കെ നമ്മൾ ആരാധന കേന്ദ്രങ്ങളിൽ നിന്നും പോവാതെ നേരിട്ട് സൃഷ്ടാവ ദൈവം പഠിപ്പിക്കാൻ വെച്ചാൽ പാടാണ്. കാരണം കൊച്ചുകുട്ടികളാണ്. അപ്പൊ അവർക്കൊക്കെ തുടക്കം ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ശിശുക്കളായി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെയും ആരാധന കേന്ദ്രങ്ങളെയൊക്കെ ആശ്രയിച്ച് ശിശുത്വത്തിൽ നിന്ന് നമുക്ക് വളരാൻ കഴിയും. അപ്പൊ കുട്ടികളെ കൊണ്ട് ആ ഒരു ലെവലിൽ നമ്മൾ തുടക്കം കുറിക്കണം. അങ്ങനെയൊക്കെ പോകണം. അതോടൊപ്പം തന്നെ സൃഷ്ടാവാൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഈ ശരിക്കുള്ള ദൈവത്തെ നിങ്ങൾക്ക് അറിവ് കിട്ടുന്ന ഈ അറിവുകൾ അല്പമായി കുട്ടികൾക്ക് പകരുമ്പോൾ ഒരു പരുവാകുമ്പോൾ അവർക്കും മനസ്സിലാകും ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ വേണം നിർത്തലാക്കാൻ. അല്ലാതെ പോകരുത് എന്നൊരു സാധനമില്ല. ഇപ്പോഴും ശിശുക്കളായി നിൽക്കുന്ന നിങ്ങൾ വളർന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ പോകണം. പക്ഷെ 90% നെഗറ്റീവാണ് ഭരിക്കുന്നു എന്നുള്ള സത്യം കൂടി തിരിച്ചറിഞ്ഞിട്ട് വേണം പോകാൻ. മെയിനായിട്ടും ഇങ്ങനെയുള്ള സംഘടനകളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മതങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരാധന കേന്ദ്രങ്ങളിലൊക്കെ അംഗത്വമൊക്കെ എടുത്ത് അവിടുത്തെ ഒരു കമ്മിറ്റി മെമ്പറായിട്ടും ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പൊ എന്റെ മെസ്സേജ് കേട്ടിട്ട് പെട്ടെന്ന് നേരായ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് വളർന്നു വരാൻ കഴിയില്ല. അത് നിങ്ങളുടെ വിധിയായിട്ട് കണക്കാക്കുക. അല്ലെങ്കിൽ അത്രത്തോളം നമ്മൾ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ വളർന്നു വരേണ്ട ആവശ്യം വരും. ഇനി നല്ല ബാധയൊക്കെ കയറി അല്ലെങ്കിൽ പൂർണ്ണമായി നെഗറ്റീവ് എനർജി കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഞാൻ ഈ പറയും പോലെ ധ്യാനിക്കാൻ പറ്റുന്നത്? ഞാൻ ധ്യാനിക്കാൻ പറയുന്നില്ല. അതാണ് വേറൊരു വശം. ഞാൻ എന്റെ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തും അല്ലാതെയുള്ള സമയത്തെല്ലാം നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തോടുകൂടി സംസാരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സംസാരം.
നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ സംസാരിക്കുക, പറയുക. ഇതാണ് തുടക്കം. അങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന സമയത്ത് ചില അനുഭവങ്ങൾ, ചില കാഴ്ചകൾ, അല്ലെങ്കിൽ ചില എനർജി ഫീലിങ്സ് ഒക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ മനസ്സിലൊക്കെ അനുഭവിച്ച് തുടങ്ങിയാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ തുടക്കത്തിൽ ഒന്ന് വെറുതെ ഇരുന്ന് ധ്യാനിച്ച് തുടങ്ങണം. അത് എങ്ങനെയാണ് ധ്യാനം? ഈ മനസ്സിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെ ഒരിടത്തിരുന്നും കൊണ്ട് പറയുക. വേറെ ബോധ മനസ്സുകൊണ്ട് മറ്റു കാര്യങ്ങളിലോട്ട് ഒന്നും ചെയ്യാതെ, 2 മനസ്സുകൂടി ചെയ്യാതിരിക്കാൻ. ആദ്യം 2 മനസ്സുകൂടിയാണ് ചെയ്യണത്. ഒന്ന് പുറമേയുള്ള കാര്യങ്ങളും ചെയ്യും, അകമേ ഈ സംസാരവും നടക്കും. ഇപ്പൊ അങ്ങനെയല്ല. പുറമേയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചു നേരത്തേക്ക് മറന്നുകൊണ്ട് അകമയുള്ള സംസാരത്തിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയും ഉള്ളിൽ നിന്ന് എന്തെങ്കിലും മറുപടികളോ അല്ലെങ്കിൽ വല്ല കാഴ്ചകളോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കിട്ടാൻ വേണ്ടി കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ഒരു 5 or 10 മിനിറ്റ് പിന്നെ വേണം പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ. ശരിക്കും ഈ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ആദ്യകാല മെസ്സേജുകളൊന്നും ഒന്നുകിൽ കേട്ട് കാണൂല, ഇല്ലെങ്കിൽ അന്ന് അത്രയും ആത്മവളർച്ച ഇല്ലാത്തത് കാരണം ഇതൊന്നും ഗ്രഹിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കേട്ടിട്ടില്ലാത്തവർ എന്റെ മുൻപത്തെ മെസ്സേജുകളെല്ലാം ഒന്ന് കേട്ട് നോക്കിയിട്ട് മാക്സിമം കമന്റ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുടെ സംശയം നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ പുതിയ പുതിയ സംശയങ്ങൾ ചോദിച്ചാൽ മതി. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ എനിക്ക് പറയേണ്ടി വരില്ല. അതുകൊണ്ട് ഒന്ന് കേട്ട് നോക്കുക. പൂർണ്ണമായി ബാധിച്ച ഒരു വ്യക്തിക്ക്, നെഗറ്റീവ് ശക്തി ബാധിച്ച ഒരു വ്യക്തി ബോധം ഫുൾ ഔട്ടായി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ കണ്ടീഷനിൽ ആരാണ് അധികം വിഷമിക്കുന്നത്? ആ വ്യക്തി ദൈവമായിട്ട് കണക്ഷൻ ഉണ്ടാകണം. ഇത് നല്ലൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഈ ബാക്കി പറഞ്ഞിരുന്നത്. ഒരു വീട്ടിലെ വ്യക്തി പൂർണ്ണമായി ബാധയിൽ അല്ലെങ്കിൽ പൂർണ്ണ നെഗറ്റീവായി നിന്നുകൊണ്ട് മനസ്സ് ഫുൾ ഔട്ടായി പോയി ഒന്നിനും സാധിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു വ്യക്തികൾ, അതായത് ഈ വ്യക്തിയുടെ ഈ സാഹചര്യത്തിൽ വിഷമിക്കുന്ന വ്യക്തി ആരാണോ ആ വ്യക്തി ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് ഈ പ്രാർത്ഥനയും അല്ലെങ്കിൽ ഈ ആത്മീയ വളർച്ചയൊക്കെ ആ വ്യക്തി കരസ്ഥമാക്കിയിട്ട് ആ വ്യക്തിയുടെ സഹായത്താൽ രോഗിയായ വ്യക്തിയെ സഹായിക്കാൻ പറ്റും. അതാണ് ശരിക്കുള്ള വഴി. അപ്പൊ ആരെങ്കിലും ഒരാളെങ്കിലും ആ വീട്ടിൽ പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ പോസിറ്റീവ് എനർജിയുടെ പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരാളെങ്കിലും ഈ വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ബാധിച്ച വ്യക്തിയിൽ നിന്നും നെഗറ്റീവ് താനെ മാറി മാറി പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ വ്യക്തിയെ രക്ഷിക്കാം. അങ്ങനെ ഒരു ലെവൽ കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ബോധമൊക്കെ വന്നു തുടങ്ങിയെന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയെ കൊണ്ടും പതുക്കെ പതുക്കെ കാര്യം മനസ്സിലാക്കിച്ച് ആ വ്യക്തിയെ കൊണ്ട് ദൈവമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കുകയും ആത്മീയ വളർച്ച രണ്ടുപേരും ഒരേപോലെ. ഇപ്പൊ 2 വേണമെന്നില്ല. അപ്പൊ ഒരു കുടുംബത്തിലെ 3-4 പേരുണ്ടെങ്കിൽ 3-4 പേരും ദൈവമായിട്ട് ബന്ധം ഉണ്ടാക്കുക. ആ വീട്ടിലെ മറ്റ് രോഗിയായ വ്യക്തിയെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. അത് ആണ് ശരിക്കുള്ള വസ്തുത. പിന്നെ പൂജാവിധികളും മന്ത്രങ്ങളും കൊണ്ടൊക്കെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രമിച്ചു നോക്കുക. പറ്റാത്തത്രയും വലിയ നെഗറ്റീവ് ആണെങ്കിൽ മാത്രം സ്വന്തമായി പവർഫുള്ളായി റെഡിയാക്കി എടുക്കുക. കാരണം പണ്ട് ഈ വിധത്തിലൊക്കെ മാറ്റാൻ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ നെഗറ്റീവ് ശക്തികളെ വെച്ച് വരെ അവർ മാറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നെഗറ്റീവ് ശക്തി വെച്ച് എങ്ങനെ നെഗറ്റീവിനെ മാറ്റാണ്. എന്റെ മുൻ മെസ്സേജിൽ ഞാൻ അത് പറയുന്നുണ്ട്. വലിയ പവർഫുള്ളായ നെഗറ്റീവിന് ചെറിയ നെഗറ്റീവിനെ മാറ്റിത്തരാൻ പറ്റും. പക്ഷെ ചെറിയ നെഗറ്റീവ് മാറിപ്പോണ സ്ഥലത്ത് നമ്മളെ സഹായിച്ച വലിയ നെഗറ്റീവ് പിന്നെ നമ്മളെ ഏറ്റെടുക്കും. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് ശക്തികളെ വെച്ച് വേണം നമ്മൾ നെഗറ്റീവിനെ എപ്പോഴും മാറ്റാൻ. അങ്ങനെ മാറ്റിയാൽ ഇറങ്ങിപ്പോയ ഭാഗത്ത് പോസിറ്റീവിന്റെ നിയന്ത്രണമായിരിക്കും നമുക്ക് കൂടുതൽ വരുന്നത്. അവിടെ വേറെ ദോഷം വരില്ല. അപ്പൊ ഇത് നമ്മൾ നോക്കിക്കൊള്ളണം. നമ്മൾ ആശ്രയിക്കുന്ന പൂജാവിധികളും അല്ലെങ്കിൽ ഇതുമായി ചെയ്യുന്ന കാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്ന കർമ്മി അയാളൊക്കെ പോസിറ്റീവ് ആണോ എന്ന് നോക്കിക്കോണം. പുറമേയുള്ള ഡ്രസ്സോ ഷോയോ സംസാരമോ കണ്ട് നമ്മൾ തിരിച്ച് മനസ്സിലാക്കാൻ പാടാണ്. പുള്ളിയുടെ ജീവിത രീതി, ജീവിത ശൈലി, പ്രവൃത്തി ഒക്കെ വേറെ വഴിയിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു വ്യക്തിയെ നമ്മൾ ആശ്രയിക്കാൻ. ഇല്ലെങ്കിൽ പുള്ളി പോസിറ്റീവ് എന്നും പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും പുള്ളിയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അസുരശക്തിയായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. പിന്നെ നമ്മൾ ഈ അസുരശക്തിയുടെ നിയന്ത്രണത്തിലായി പോകും. പിന്നെ അതിനിറക്കി വിടാൻ വേണ്ടി വലിയ ശക്തിയിൽ അന്വേഷിച്ച് പിന്നെ പോവേണ്ടി വരും. ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണ് എന്ന് നമ്മൾ തിട്ടപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ആശ്രയിക്കാൻ പോകാൻ. പിന്നെ അടുത്തൊരു ചോദ്യം, മരിച്ചുപോയ കൂട്ടുകാർക്കും വേണ്ടി ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിച്ചുകൂടെ? നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ആത്മാവിന് ശാന്തി കിട്ടണേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദൈവമായിട്ടൊരു കണക്ഷനുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ സൃഷ്ടാവ ദൈവത്തിന്റെ പോസിറ്റീവ് എനർജിയിൽ കൂടി നിൽക്കുന്ന നല്ല പവർഫുള്ളായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും ഫലം വരും. നമ്മൾ നെഗറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നെഗറ്റീവായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഫലം വരില്ല. രണ്ടും കണക്കാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്കൊരു ഗ്രേഡ്, ആത്മീയത്തിൽ ഒരു വളർച്ചയും ഗ്രേഡും ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഫലം വരും. മറ്റു വ്യക്തികൾക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കും. പക്ഷെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരു കർമ്മത്തിന്റെ ഫലം അനുഭവിപ്പിക്കുന്ന ഒരാളെ നമ്മൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് അവിടെ ഒരു രക്ഷ വരും. പക്ഷെ അയാൾ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം
ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി ചിലപ്പോൾ അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. കാര്യം ആരെങ്കിലും അത് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു കുഴപ്പം ഇതിന്റെ പിറകിലുണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് ചാത്തൻ സേവയൊക്കെ വന്നാൽ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും? വേറെ ഒരു വഴിയില്ല. നമ്മൾ പോസിറ്റീവായിട്ട് മാക്സിമം വളരുക. അതിനുള്ള വഴികളാണ് ഞാൻ മാക്സിമം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ആവും അത്രത്തോളം ഇതൊന്നും നമ്മളെ ബാധിക്കാതെ ഒഴിഞ്ഞു മാറിപ്പോകും. അത്രയേ ഉള്ളൂ. പിന്നെ നാളത്തേക്ക് വേണ്ടി സമ്പാദിച്ച് കൂട്ടരുത് എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് ചെയ്തുകൂടെ, അതിന്റെ ആവശ്യമില്ലേ എന്നൊക്കെ സംശയം പലർക്കും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയുടെയും വിശ്വാസത്തിന്റെ ഒരു തലമാണ്. നമുക്ക് നമ്മളെ നാളത്തെ കാര്യം ദൈവം ഭംഗിയായി നോക്കിക്കോളും എന്ന പൂർണ്ണമായ വിശ്വാസം ഉള്ളൊരു വ്യക്തി അത് എടുക്കൂല. അത് അതിന്റെ ആവശ്യമില്ല എന്ന് ആ വ്യക്തിക്ക് തോന്നും. അങ്ങനെ തോന്നിയാൽ വേണം ഇങ്ങനെ മാറ്റാൻ. അല്ലാതെ നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്, നാളെ എന്തെങ്കിലും പറ്റുമോ, ഇതില്ലെങ്കിൽ സംഭവിക്കും, അതല്ലെങ്കിൽ സംഭവിക്കും, ഇന്നൊരു ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി പോലെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം എടുത്തു വെക്കണം. കാരണം ഇത് നമ്മൾ ആരോ പറഞ്ഞതിന്റെ പേരത്തല്ല ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം ബലപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ ദൈവം നോക്കിക്കോളും, മരിക്കുമ്പോൾ മരിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങ് രണ്ടും കൽപ്പിച്ച് ജീവിക്കുക. പക്ഷെ നമ്മുടെ ഭാഗം മാക്സിമം പോസിറ്റീവാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം, പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കണം. നെഗറ്റീവ് നിന്നുകൊണ്ട് ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ദൈവം നോക്കൂല. അസുരശക്തിയിലായിരിക്കും കാര്യങ്ങൾ നോക്കുന്നത്. കാരണം നമ്മുടെ ഭാഗത്ത് നെഗറ്റീവാണ്. അപ്പൊ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് അങ്ങനെ വേണമെങ്കിൽ വിശ്വസിച്ച് വേണ്ടെന്ന് വെക്കാം. പിന്നെ ഉറുമ്പുകളെ കണ്ട് പഠിക്കണം എന്നൊരു ചൊല്ലും കൂടെ ഉണ്ട്. അപ്പൊ ഉറുമ്പുകൾ കഷ്ടകാലത്തിന് വേണ്ടി നല്ല കാലത്ത് ശേഖരിച്ചു വെക്കും. അതുപോലെ നമ്മളും നമ്മുടെ നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെക്കണം. തലമുറകൾക്ക് വേണ്ടി ഈ കള്ളത്തരവും വെട്ടിപ്പും തട്ടിപ്പും കാണിച്ച് ഉണ്ടാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കുന്നതാണല്ലോ ഈ പ്രശ്നം. കാരണം ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പോലും ഒത്തിരി വസ്തുവൊക്കെ വിൽക്കണം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇവരെ പിടി എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ അത്യാഗ്രഹത്തിന്റെ ഒരു പിടിയാണത്. അതാണ് വേണ്ടതെന്ന് ഞാൻ പറയുന്നത്. അല്ലാതെ നമുക്ക് നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കാം. ഇപ്പം ഒരു വണ്ടി വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം. സമ്പാദിച്ചോ, അത് നാളത്തേക്കല്ലേ. ഇപ്പൊ വീടില്ലാത്തവർക്ക് നാളെയല്ലേ വീട് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യാം, ലോൺ എടുക്കാം, വേണമെങ്കിൽ വല്ല ചിട്ടിയൊക്കെ തുടങ്ങാം. അതൊക്കെ മാന്യമായ ആവശ്യങ്ങളാണ്. പക്ഷെ ഞാൻ വേണ്ട എന്ന് പറയുന്നത് പ്രകൃതിയുടെ വ്യവസ്ഥയിൽ എതിരെന്ന് പറയുന്നതാണ് ഈ തലമുറകൾക്ക് വേണ്ടി, ഭാവിയിലത്തേക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വെട്ടി സമ്പാദിച്ച് ഇപ്പോഴേ കൂട്ടുന്നത്. ഇപ്പൊ എല്ലാം ഉണ്ട് എങ്കിലും ഒരാർത്തി, അതാണ് തെറ്റ്.